സിജോയ്ക്ക് അടി പൊട്ടിക്കുന്നതിന് മുന്നേ അപ്സരയുമായി കൊമ്പ് കോർത്ത് റോക്കി. അതെ, ഇവിടെ പവർ ടീമിനെ ഉഷാറായി ജോറാക്കി ജിൻഡോയും റസ്മിനും. ബിഗ് ബോസ് പറയാണ് തുടങ്ങുന്നതിന് മുന്നേ സൂപ്പർ ആയിട്ടുണ്ട് പവർ ടീം എന്ന്. അതെ, സിജോ റോക്കിക്കിട്ട് പണി കൊടുക്കുകയാണ്. അതെ, രാവിലെ കിച്ചന്റെ പ്രശ്നമായിട്ട് റോക്കി വഴക്കിട്ടു അപ്സരയായിട്ട്. ഇതിന്റെ ഇടയിൽ റോക്കിയുടെ വായിൽ നിന്ന് പോടി വന്നു, അപ്സരയുടെ വായിൽ നിന്ന് റാസ്കലും വന്നു. അതെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ വിളിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് റോക്കിക്ക് പണി കൊടുത്ത് സിജോ കിച്ചൺ ടീം അങ്ങ് റോക്കിയുടെ കയ്യിലെടുത്ത് വെച്ചു കൊടുത്തു. അപ്പോ റോക്കി ഇപ്പൊ ആലോചിക്കുകയാണ്, അടുത്ത തവണ പവർ ടീമിൽ കയറണം. നോക്കിക്കോ, ഞാൻ ഇപ്രാവശ്യം കുറച്ച് ഉഴപ്പിയാണ് കളിച്ചത്, അടുത്ത തവണ നമ്മൾ പവർ ടീമിൽ കയറി നോക്കിക്കോ, കസറും ക്യാപ്റ്റൻസി ഞാൻ കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് വഴക്ക്? അപ്പം ഇടിയിലേക്ക് നയിക്കാനുള്ള കാരണം റോക്കി ഒന്നാമതേ സിജോയായിട്ട് ഇച്ചിരി ഒന്ന് ദേഷ്യം വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ രാവിലെ ഇതില് സത്യം പറഞ്ഞാൽ രാവിലെ ക്യാപ്റ്റൻ, അതായത് ഇന്ന് ക്യാപ്റ്റൻ സിജോ സ്ഥാനം എടുത്തിട്ടുമില്ല, അപ്സര സ്ഥാനം ഒഴിഞ്ഞിട്ടുമില്ലാത്ത ഒരു അവസ്ഥയാണ്, ബോർഡറിൽ നിൽക്കുകയാണ്. അപ്പൊ രാവിലെ കാപ്പി ഇടണം എന്നും ആരാണ് കാപ്പി ഇടണമെന്നും ആർക്കും ഒരു, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആര് മുൻകൈ എടുത്ത് ചെയ്യിക്കണമെന്നൊന്നും സിജോയ്ക്കും പറ്റുന്നില്ലായിരുന്നു, അപ്സരയ്ക്കും പറ്റുന്നില്ല. സിജോ വിചാരിച്ചു അപ്സര ചെയ്യുന്നു, അപ്സര വിചാരിച്ച് സിജോ ചെയ്യുന്നു കാര്യം. അപ്പൊ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ തന്നെ ഇവർക്ക് ഇന്നലെ വന്ന ഫുഡ്, അതായത് സെറ്റിൽ നിന്ന് വന്ന ഫുഡാണ്, ഹോട്ടലിൽ നല്ല കൊടുക്കുന്നത്, സെറ്റിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ബിഗ് ബോസിന്റെ ഫുഡല്ല. അപ്പൊ സെറ്റിൽ നിന്ന് വന്ന ഫുഡ് ചൂടാക്കിയും ചപ്പാത്തി ചൂടാക്കിയാണ് എല്ലാവരും കഴിച്ചത്. പിന്നെ അതിൽ നിന്നൊരു പുലാവ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആ പുലാവിൽ 2-3 പേർക്ക് ഒരു ഫുഡ് പോയ്സണിങ് അടിച്ചിട്ടുണ്ട്. അപ്പൊ സംഗതി ഇച്ചിരി ഗുരുതരമാണ്. അപ്പൊ ആദ്യം തന്നെ അപ്സരയുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നത് കാര്യം അപ്സര തെറ്റിദ്ധരിച്ചു സിജോ ക്യാപ്റ്റൻ ആയി എന്നുള്ളത്. പക്ഷെ രാവിലെ തന്നെ കിച്ചൺ ടീമിനെ കൂട്ടി അവർക്കൊരു ഫുഡ് എടുത്ത് കൊടുക്കണമായിരുന്നു. അപ്പൊ അതിലൊരു പാളിച്ച അപ്സരയുടെ കയ്യിൽ നിന്ന് വന്നു. എന്നാലും രാവിലെയുള്ള കോഫി അപ്സര തന്നെ എല്ലാവർക്കും ഇട്ടും കൊടുത്തു. ഫുഡ് ചൂടാക്കി, ഇന്നലത്തെ ഫുഡ് ചൂടാക്കി കഴിച്ചു എല്ലാവരും, റോക്കി ഉൾപ്പെടെ എല്ലാവരും കഴിച്ചു. ഓക്കെ, അപ്പൊ അവിടെ റോക്കി എല്ലാവരും ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റോക്കി പറയണം പവർ ടീമിനെ ഞാൻ കുറ്റം പറയുള്ളൂ, അളിഞ്ഞ ഫുഡ് തന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെ റോക്കി പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അപ്സര പറഞ്ഞു, നിങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചല്ലോ, കിച്ചൺ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഫുഡ് നിങ്ങൾക്ക് ചൂടാക്കി തന്നു, നിങ്ങൾ ഇവിടെ പാട്ടും പാടിയിരുന്നു, അപ്പൊ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്, കൂടുതൽ കയറി ഇങ്ങോട്ട് ചൊറിയാൻ വരരുതേ. ഞാൻ അവർക്ക് ഫ്രഷ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്, ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. കൂടുതൽ കയറി ഇങ്ങനെ ചൊറിയാൻ നിൽക്കണ്ട, അപ്പൊ ചീറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി എന്ന് റോക്കി ഇങ്ങനെ അത് പ്രശ്നം ഗുരുതരമാക്കി കൊണ്ടുവരുന്നതിന് മുന്നേ അപ്സര അതിനെ അങ്ങ് അണച്ചു കളഞ്ഞ്. അപ്പൊ റോക്കി, പഴയ ഫുഡ് ചൂടാക്കി തരുന്നതിൽ എന്താണ് ഇരിക്കുന്നത്? എടി, പഴയ ഫുഡ് നീ കണ്ട ഹോട്ടലിൽ നിന്ന് വന്ന ഫുഡ് ചൂടാക്കി തരുന്നതിൽ എന്താണ് ഇത്ര ഉള്ളത്? അപ്സര, എടേ ഗഡി ബോഡി എന്നൊക്കെ കയറി വിളിച്ചാണ്ടല്ലോ, നിങ്ങൾ വീട്ടിൽ പോയി ഇരിക്കുന്നവരെ വിളിച്ചാൽ മതി, നമ്മളെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവിടെ വഴക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം റോക്കിയാണ് ആദ്യം എടി ബോഡി എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആ കണ്ണിച്ചോര ഉണ്ടോടി നിനക്കൊക്കെ പുളിച്ചതും ഇതൊക്കെ തരാൻ വേണ്ടിയിട്ട് ഫുഡ് പോയ്സണിങ് അടിച്ചിട്ട്. അപ്പൊ അപ്സര, മോന് കുശുമ്പുണ്ടാവും അല്ലേ, ആ കുശുമ്പ് കയ്യിൽ വെച്ചാൽ മതി. അപ്പൊ സിജോ പുതിയ ചോറ് വെക്കുന്നുണ്ട്, പുലാവ് അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ പുലാവ് കേടായിട്ടില്ല. ജാൻമണി എടുത്ത് കഴിച്ചു നോക്കി, പുലാവ് കേടായിട്ടില്ല. ഇപ്പൊ രാത്രി വരുന്ന പുലാവൊക്കെ ഞാനും രാവിലെ കഴിക്കലുണ്ട്, നമ്മുടെ വീട്ടിലും ചൂടാക്കി കഴിക്കലുണ്ട്. പക്ഷെ എന്തെങ്കിലും നമുക്ക് അറിയില്ലല്ലോടാ എവിടെ നിന്നാണ് ഫുഡ് പോയ്സണിങ് വരുന്നത്. ഇപ്പൊ നമുക്ക് പറയാനും മുഴുവനായിട്ട് പറ്റത്തില്ല, അങ്ങനെ കഴിച്ചാൽ കുഴപ്പമില്ല. കാര്യം അവിടെ പുലാവിൽ ഫുഡ് പോയ്സണിങ് വന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നമുക്കൊരിക്കലും ഫുഡ് പോയ്സണിങ് അഴിച്ചാലും നിങ്ങൾ കഴിച്ചോ, നമ്മുടെ വീട്ടിലും കഴിക്കുമെന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല. കാര്യം പലർക്കും പല വയറാണ്, ചിലപ്പോൾ എനിക്ക് പറ്റും നിനക്ക് പറ്റത്തില്ല, അങ്ങനത്തെ രീതിയിലാണ് ഓരോരുത്തർക്ക് പോകുന്നത് അല്ലേ. ചിലവർക്ക് രാത്രിത്തെ ഫുഡ് രാവിലെ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ചിലവർക്ക് കുഴപ്പമുണ്ടാവും. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ സിജോ പറഞ്ഞു നിങ്ങൾക്ക് അരി വെക്കുന്നുണ്ട്, ചോറ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ റോക്കി പുളിച്ചതും കൊണ്ട് വന്നേക്കുകയാണ്. അയ്യേ പുളിച്ച ചോറും കഴിപ്പിച്ചിട്ട് നാണം ഇല്ലല്ല, അവൾ വലിയ റാണി എന്നാണ് വിചാരം. ഇന്നലെ കുറച്ച് ലാലേട്ടൻ അങ്ങോട്ട് പൊക്കിപ്പറന്നെന്ന് പറഞ്ഞ് റാണി, പിന്നെ ക്യാപ്റ്റൻസിയിൽ വല്ല ബെസ്റ്റ് ക്യാപ്റ്റൻ കിട്ടി പോലും, നീ വൃത്തിയട്ട ക്യാപ്റ്റൻ, വേസ്റ്റ് ക്യാപ്റ്റൻ, അവൾക്ക് ഇന്നലെ അവാർഡ് കിട്ടി. റോക്കിക്ക് ശകല കുശുമുണ്ടോ എന്നൊരു ഡൗട്ട്. ഇതൊക്കെ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ അല്ലേ, ശകലം എനിക്ക് തോന്നുന്നത്. അപ്പം അപ്സര, കുശുമ്പാണോ കുശുമ്പ്? അപ്പൊ റോക്കി, ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ നീ വലിയ ആളായെന്നല്ലേ വിചാരിച്ചത്? അതെ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ക്യാപ്റ്റൻസി കളിച്ചത്. അപ്പൊ റോക്കി, നിന്നെ വിളിച്ചതും നീ കൊണ്ടുവരണ വിളിച്ചതും വലിച്ചതും ഒന്നും കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഇവിടെയുള്ള ആർക്കും പറ്റത്തില്ല. അപ്പൊ അപ്സര, കിച്ചൺ ടീമിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്തോളും. അപ്പൊ റോക്കി, നീ അങ്ങനെ തന്നെ നീ അങ്ങനെ തന്നെ, ഞാനാണ് എടുത്ത് കഴിച്ചത്, നീ എനിക്ക് കൊണ്ടു തന്നതല്ല,
ഞാൻ ചപ്പാത്തിയും ജാമും കഴിച്ചു. അപ്സര മഹാറാണിയാണ് പോലും. നീ വെറും ഒരു സാധാരണ കണ്ടസ്റ്റന്റ് ആണ്. നിനക്ക് ഞാൻ തരുന്ന മാർക്കാണ് 0. ഓക്കെ, അവിടെ കഴിച്ചവരാരും ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. സത്യം കുറേ പേർക്കൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇത് കഴിച്ചിട്ട്. അപ്പം അപ്സര പറയാണ് അത് ബിഗ് ബോസിന്റെ ടീമിനോട് പറ, അവരുടെ ഫുഡാണ്, ഹോട്ടലിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡല്ല. അപ്പൊ റോക്കി ക്യാപ്റ്റൻ പറയിപ്പിക്കണം, നീ ഒന്ന് പോടെ അവിടെ നിന്ന് പോടെ. അപ്പൊ റോക്കി പോടാന്നൊക്കെ നീ വീട്ടിൽ പോയി വിളിച്ചാൽ മതി. അപ്സര പോടാ ചെറുക്ക ഇറങ്ങി പോടാ, നീ പോടാ കുശുമ്പ. അപ്പൊ റോക്കി എന്ത് കുശുമ്പ് നിന്റെ കഴിവില്ല, എന്റെ സ്വന്തം കഴിവിലാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് കേട്ടാ, അല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ വന്നതല്ല കേട്ടാ, നീ എന്റെ വീട്ടുകാരെ ഒന്ന് വലിച്ചഴക്കാൻ നിൽക്കരുത്. അപ്പൊ റോക്കി കൂടെ നിൽക്കുന്ന ആൾക്കാരെ നീ ഇവൾ ആപ്പടിക്കും. അത് മാത്രമല്ല നിലപാടില്ലാത്തവൾ റാണിയാണ് പോലും. അപ്പൊ അപ്സര പോടാ ചെറുക്ക പോടാ കുശുമ്പ എന്ന് അപ്സര വിളിക്കുന്നുണ്ട്. അപ്പൊ റോക്കി നിന്റെ വീട്ടിലുള്ളവരെ വിളിക്ക്. അപ്പൊ അവിടെ നിന്ന് ഋഷി വന്നിട്ട് റോക്കിയുടെ കൂടെ നിൽക്കുകയാണ്. വീട്ടിലുള്ളവരെ ഋഷി അപ്സരയും പറഞ്ഞു എന്ന രീതിയിൽ ഋഷി റോക്കിയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പൊ അപ്സര നിന്റെ വീട്ടിലുള്ളവളെ വിളിക്കുക റാസ്കൽ എന്ന് അപ്സരയുടെ വായിന്ന് റാസ്കലിന്റെ വാക്ക് വരുന്നുണ്ട്. ഓക്കെ, അതൊരു മോശം വാക്കാണ്. അപ്പൊ റോക്കിയും മോശമൊന്നുമല്ല, എല്ലാവരെയും എടി പൊടി എന്നാണ് വിളിക്കുന്നത്. അപ്സര തിരിച്ചും പോടാന്ന് വിളിക്കുകയും ചെയ്തു. അപ്സര അങ്ങനെയാണെങ്കിൽ നിന്നെ എന്റെ വീട്ടിൽ വരെ അനിയത്തിമാരൊന്നും ഇല്ലല്ലോ, അപ്പൊ നിനക്ക് അറിയത്തൂല്ല എന്റെ ദണ്ണം എന്താണെന്ന്. അവള് വലിയ അപ്സരസ് ഇറങ്ങിയിരിക്കുന്ന അപ്സരസ്. അപ്പൊ ശരണ്യ എന്തെങ്കിലും നമ്മൾ ചീത്തയായ ഫുഡൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, പുതിയ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന് എന്തിനാണ് ഈ വഴക്കിടണമെന്ന് ഒരു പിടിയില്ല, സത്യമായിട്ട് ഒരു പിടിയില്ല കേട്ടാ. വെറുതെ എന്തെങ്കിലും ഒരു കാരണം അവിടെ കൂടെ പോവുകയാണെങ്കിൽ അത് എടുത്ത് പിടിച്ചിട്ട് റോക്കി സ്റ്റാർട്ട് ചെയ്യും. ചെറിയ കാര്യമാണ്, പക്ഷേ ഈ ഫുഡ് പോയ്സണിങ്ങിന്റെ കാര്യം അത് ഒന്ന് അപ്സര ശ്രദ്ധിക്കണമായിരുന്നു. അപ്സരയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. കാര്യം നിലവിലെ ക്യാപ്റ്റൻ സ്ഥാനമായിട്ടില്ല. സിജോ ബിഗ് ബോസ് പറയുമ്പോൾ മാത്രമേ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയുള്ളൂ, അല്ലാതെ അതുവരെ ഉള്ളത് അപ്സരയാണ് നോക്കേണ്ടിയിരുന്നത്. അപ്പൊ രാവിലത്തെ ഫുഡിന്റെ കാര്യം അപ്സര നോക്കണമായിരുന്നു. അപ്പം ബിഗ് ബോസ് പവർ ടീം എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്, റാസ്കൽ തന്നെ വിളിച്ചു, ഇതുവരെ ആരും വിളിച്ചിട്ടില്ല, ഞാനും ജാസ്മിൻ പോലും വിളിച്ചിട്ടില്ല എന്നെ റാസ്കൽ എന്ന്. അപ്പൊ ജാസ്മിൻ കളി മാറ്റി ഞാൻ ഇവിടെ ഇരിക്കുന്നു. റോക്കി ചേട്ടാ, ജാസ്മിന്റെ കളിയൊക്കെ മാറി. റോക്കി ചേട്ടാ ഞാനിപ്പോൾ ഡാൻസ് കളിക്കും, റോക്കി ചേട്ടാ എൻ്റെ ചേട്ടനുള്ള ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ കളി മാറ്റിയിട്ടുണ്ട്. അപ്പം ബിഗ് ബോസ് വിളിക്കുകയാണ്, ക്യാപ്റ്റൻ അഭിനന്ദനങ്ങൾ. മുൻ ക്യാപ്റ്റൻ അപ്സരയെ ഏത് ടീമിലേക്കൊക്കെയാണത്? അപ്പോൾ സിജോ പറയുന്നുണ്ട് സുരേഷിന്റെ ടീമിൽ, അതായത് ശരണ്യയുടെയൊക്കെ ടീമിൽ. അപ്പൊ മുമ്പത്തെ പവർ ടീം ടണൽ ടീമായിട്ട് മാറുന്നു ബിഗ് ബോസ് പറയാണ്. ഇനി 3 ടീമുകൾക്കും ജോലി കൊടുക്കാൻ സിജോയോട് പറയാണ്. സിജോ ഒരു മുട്ടൻ പണി റോക്കിക്ക് കൊടുക്കുന്നുണ്ട്. അതായത് റോക്കിയുടെ ടീമാണ് ഇനി തൊട്ട് കിച്ചൺ ടീം. ഒരു പണി കിട്ടി റോക്കി. അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഫ്ലോർ ടീം ടണൽ ടീം, ബാത്റൂം അപ്സര, ഈ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആണെങ്കിലും റോക്കി ബെസ്റ്റ്. അപ്പൊ മുമ്പത്തെ പവർ ടീമിന്റെ കയ്യിൽ നിന്നും ബാഡ്ജ് എടുത്ത് ജിൻഡോയ്ക്കും റസ്മിനും കൊടുക്കുന്നുണ്ട്. ആ ടീമിലേക്ക് ആരെയും കയറ്റുന്നില്ല. കാര്യം പവറാണ്, അംഗസംഖ്യയല്ല. അവർ രണ്ടുപേരും കൂടെ എന്ത് പറഞ്ഞാലും അത് പവറാണ്. അപ്പൊ ജിൻഡോ റസ്മിനും ഓക്കെ 1 വീക്കില് നമ്മൾ നല്ല പവർ ടീമായിട്ട് നിൽക്കും. 3 ദിവസം ഞങ്ങൾ രാവിലെ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. സോങ് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ നിങ്ങൾ രാവിലെ എണീപ്പിക്കും. കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എല്ലാം വൃത്തിയാക്കി വെക്കണം. രാത്രി നൈറ്റ് ഓഫ് ആക്കിയ ശേഷം കിടന്നുറങ്ങാൻ കുറച്ചും കൂടെ സമയം തരും. അത് കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങിക്കോണം. അയ്യോ ഇത് ആരാ പറയുക? റസ്മിനും ജിൻഡോ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, അവരാദ്യം കിടന്നുറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് റോക്കി അപ്പം ചൂരൽ വേണോ? ചൂരലും കൂടെ ഏർപ്പാട് ചെയ്യണം. അപ്പം സിജോ നിർത്ത്, ഇതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ ആര് പറഞ്ഞ്? പവർ ടീം സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കയറി വർത്താനം പറയാൻ പാടില്ല. ഓക്കെ. അപ്പം കിച്ചണിൽ അവരവർ പാത്രം കഴുകണം, അവരവർ ഗ്ലാസ് കഴുകണം എന്ന് റസ്മിൻ പറയാണ്. ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം ഇവിടെ കിച്ചൺ ടീമിൽ ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെയാണ് വെസൽ ക്ലീനിങ് ചെയ്യേണ്ടത്. വെസൽ ടീം ഇല്ല, അപ്പം അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പാത്രങ്ങൾ നിങ്ങൾ കഴുകി വെക്കണം. അതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ ഗബ്രി ചുരണ്ടാന്ന് നോക്കിയേട്ടാ. അപ്പം കിച്ചൺ ടീമിലെ റോക്കി ഞാൻ സംസാരിക്കും. ഇനി 2 പ്രാവശ്യമേ ചായ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ വേറെ ആരും കിച്ചണിൽ കയറി നിറങ്ങാൻ നമ്മൾ സമ്മതിക്കത്തില്ല. എന്നെ കിച്ചൺ ടീമൊക്കെ ആക്കിയത് ശരി തന്നെ, പക്ഷേ റോക്കി ഭരിക്കും, റോക്കി റൂൾ ചെയ്യും കേട്ടോ. ഇവിടെ വേറെ ആരും കയറി ഭരിക്കാൻ സമ്മതിക്കില്ല. ആദ്യത്തെ എൻ്റെ കംപ്ലൈന്റ്, എന്നെ ഇവൾ റാസ്കൽ എന്ന് വിളിച്ചു. ഓക്കെ, എക്സ്പ്ലനേഷൻ വേണം, സോറി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ജിൻഡോ ബാത്റൂം ക്ലീൻ ചെയ്യണം, അതേപോലെ മുടിയെടുത്ത് കളയണം. പിന്നെ അപ്പൊ ഗബ്രി ചുരണ്ടാൻ തുടങ്ങി. വെസൽ ടീമിലെ ആൾക്കാരല്ലേ ശരിക്കും പറഞ്ഞാൽ അവരവരുടെ കപ്പും പാത്രവും കഴിവേണ്ടത്. അപ്പൊ റസ്മിൻ അവരവരുടെ കപ്പും പാത്രവും കഴിവ് വെച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് റസ്മിൻ പറഞ്ഞു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ റോക്കി എനിക്ക് എക്സ്പ്ലനേഷൻ വേണം. അപ്പൊ അപ്സര സിജോയാണോ അപ്സരയാണോ? ഞാൻ എക്സ്പ്ലനേഷൻ തരാൻ തയ്യാറാണ്. തൽക്കാലം ഞാനിപ്പോൾ സോറി പറയാൻ റെഡിയല്ല. എന്നെ
മോശം, എൻ്റെ വീട്ടുകാരെ മോശം പറഞ്ഞതിന് ആദ്യം റോക്കി എന്നോട് സോറി പറയണം. ഞാനാണ് ഇവിടെ കളിക്കാൻ വന്നേക്കുന്നത്, എൻ്റെ വീട്ടുകാരല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിനെ പറയേണ്ട ആവശ്യം റോക്കിക്കില്ല. രാവിലെ സിജോ ആണോ ഞാനാണോ ചെയ്യിപ്പിക്കണം എന്നുള്ള സംശയം എനിക്ക് വന്നായിരുന്നു. പക്ഷെ ഞാൻ രാവിലെ ഫുഡ് എല്ലാവർക്കും ചൂടാക്കി കൊടുത്തായിരുന്നു. പക്ഷേ ഇവിടെ അത് ഒരു കുറ്റമായിട്ട് വന്നു. അത് കുറ്റമായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലെ അവരെ കൊണ്ട് അരി അടുപ്പിലിടുകയും അതേപോലെ തന്നെ ഫുഡ് മട്ടൻ കറിയോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ പിന്നെ എന്നെ ആവശ്യമില്ലാണ്ട് തോണ്ടി എന്നെ വായിന്നത് കേൾപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞ തെറ്റ് തന്നെയാണ്. ഞാൻ സോറി പറയാൻ റെഡിയാണ്. പക്ഷേ റോക്കി ചെയ്തത് സോറി പറഞ്ഞാൽ ഞാൻ സോറി പറയാൻ റെഡിയാണ്. ഓക്കെ, അഹങ്കാരി, എവിടെ അഹങ്കാരി. അത് കഴിഞ്ഞ് നമ്മുടെ ജിൻഡോയും റസ്മിനും കുറേ പവേഴ്സൊക്കെ പറയുന്നുണ്ട്. വെള്ളം ചൂടാക്കുന്നതിന് മുന്നേ നമ്മളോട് ചോദിക്കണം, മരുന്ന് എടുത്തു കഴിക്കണമെങ്കിൽ നമ്മളോട് ചോദിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ആഹാ, തുടക്കത്തിൽ തന്നെ പവർ കാണിച്ച പവർ ടീമിന് സ്വാഗതം കൊടുക്കാൻ ചെങ്കോലും പൂവും. ഒരു ചെങ്കോലൊക്കെ ജിൻഡോയ്ക്ക് കൊടുക്കുന്നു, പൂവ് വിതറുന്നു, പുഷ്പവൃഷ്ടി, പട്ടാഭിഷേകം, തരതര തര 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 പട്ടാഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയെ വരവേറ്റ് അവിടെ കൊണ്ടിരുത്തുന്നു. അത് കഴിഞ്ഞ ശേഷം കുരവയൊക്കെ ഇട്ട് അകത്ത് കയറ്റുന്നു, താക്കോല് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റോക്കിയുടെ ടീമിനകത്ത് അൻസിബ, ഋഷി ഇവരൊക്കെ ഉണ്ട്. ആകെ ഒരു വിഷമം, നമുക്കിട്ട് പണി തന്നതാണ് സിജോ, നമുക്ക് തെളിയിക്കണം, നല്ല കിച്ച. പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ മോശമായിട്ടാണ് കളിച്ചത്, അടുത്ത ആഴ്ച ഞാൻ പവർ ടീമിൽ കയറി. ഇവന്മാർ കുറച്ച് ദിവസമായിട്ട് ഷൈൻ ചെയ്യുന്നു, സിജോയും ജിൻഡോയും. അതത്രയ്ക്ക് പൊരുത്ത് കൊണ്ടുപോകാൻ പാടില്ല, അതിനൊരു തടയിടണം. ഞാൻ കയറി ഷൈൻ ചെയ്യേണ്ട സ്ഥലത്ത് ഇവന്മാർ ഇപ്പോൾ ഷൈൻ ചെയ്ത്. ബിഗ് ബോസ് ആണെങ്കിൽ ഇവന്മാർക്ക് നല്ല സപ്പോർട്ട്, അവർക്ക് നല്ല ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അടുത്ത ആഴ്ച പവർ ടീമിൽ കയറും, ഞാൻ ക്യാപ്റ്റൻ ആവും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇച്ചിരി ഉഴപ്പി കളിച്ചതാണ്, പോട്ടെ, നമ്മൾ തെളിയിക്കണം, നമ്മൾ ക്യാപ്റ്റൻ. എനിക്ക് പിന്നെ കുക്കിംഗ് ഒക്കെ അറിയാം, ഇച്ചിരി അരിഞ്ഞ് പറക്കിയൊക്കെ എൻ്റെ മുന്നിൽ വെച്ച് തന്നാൽ ഞാൻ അരിഞ്ഞ് പറക്കി എല്ലാം ഉണ്ടാക്കും ഫസ്റ്റ് ക്ലാസ് ആയിട്ട്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കുക്കിംഗ് പവർ ടീമിൽ എന്നൊക്കെ പറഞ്ഞ് റോക്കിക്ക് ഭയങ്കരമായ ഒരു ഇതുണ്ട്. കാര്യം ശരി, ബാക്കിയുള്ളവർ എൻ്റെ സ്പേസ് എടുത്ത് ഷൈൻ ചെയ്ത് കളയോ എന്നുള്ള ടെൻഷനുണ്ട് റോക്കിക്ക്. ഇനി ഇതാണ് ബാക്കി അങ്ങോട്ടേക്ക് നയിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവരുടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.